ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അജിസ ഫിബൻഷ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ, നമുക്കതൊരു പ്രശ്നമേ അല്ല. പക്ഷേ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, റൈറ്റ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ പഠിച്ച് തുടങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ കൊമേഴ്സിന് വേണ്ടിയിട്ട് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് സ്പെഷ്യൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒത്തിരി വീഡിയോസ് ഇനിയും വരുന്നതാണ്. നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞാലും ആ ചോദ്യ പേപ്പറുകളുടെ ആൻസർ കീസും ഇവാലുവേഷനും അത് എങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറേ സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്, എങ്കിൽ കൂടിയും നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, നിങ്ങളെ ഒന്നുകൂടി ഒന്ന് ചിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്, നിങ്ങളുടെ കഴിഞ്ഞ എക്സാമിൽ മാർക്ക് കുറയ്ക്കാൻ നമ്മളെ ആ ഒരു എഫക്റ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു റീസൺ കൊണ്ടാണ് കഴിഞ്ഞ ഫസ്റ്റായിട്ട് നിങ്ങൾ എഴുതിയ പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയത്. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ അതിൽ വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. അത് ടൈം മാനേജ്മെൻ്റ് ആണെങ്കിൽ അത്, സ്പീഡില്ലാത്തതാണെങ്കിൽ അത്, ഇനി നിങ്ങൾ പഠിക്കാതെ പോയ വിഷയങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളെങ്കിൽ അത്, എന്താണെങ്കിലും ആ ഒരു റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്യുക. പിന്നെ മൈൻഡിനെ കുറച്ചുകൂടെ പോസിറ്റീവാക്കി വെക്കുക. എനിക്ക് പഠിക്കാൻ കഴിയില്ല, ഞാൻ പഠിച്ചതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ചിന്തകളോട് കൂടിയൊന്നും നിങ്ങൾ പഠിക്കരുത്. ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് മാക്സിമം ഒഴിവാക്കുക. ഇത് ഒരു അവസരമായിട്ട് കാണാം. ഓക്കെ, ഒരു പ്ലാറ്റ്ഫോമായിട്ട് കാണാം, ഇതൊരു ചാൻസ് ആയിട്ട് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആത്മവിശ്വാസത്തോടെ ഞാൻ ജയിക്കും, ഞാൻ പഠിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ലെവലോട് കൂടിയിട്ടായിരിക്കണം നിങ്ങൾ പരീക്ഷയെ സമീപിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനേക്കാളും ബുദ്ധിമുട്ടൊന്നും ആയിരിക്കില്ല. ഓക്കെ, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങളൊന്നും കൂടി ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ പരീക്ഷ എളുപ്പമായിരിക്കും. ഏതൊരു പരീക്ഷയുടെ ബുദ്ധിമുട്ട്, ഈസിനെസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എങ്ങനെ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു എന്നതിനെ അനുസരിച്ചിട്ടായിരിക്കും. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദ പ്രിപ്പറേഷൻ ഷുഡ് ബി ഇൻ എ പോസിറ്റീവ് മാനർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ പരീക്ഷ അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ അത് വേറെ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാവരുത്. നമ്മുടെ പാരൻസിനെയോ നമ്മുടെ ടീച്ചേഴ്സിനെയോ നമ്മുടെ സിബ്ലിങ്സിനെയോ നാട്ടുകാരെയോ ഒന്നും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പരീക്ഷ എഴുതുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ലൈഫ്, നമ്മുടെ കരിയറൊക്കെ ഒന്ന് സൂപ്പറാക്കി, എക്സലൻ്റ് ആക്കി, ഒന്ന് ഗ്ലോറി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, പരീക്ഷ എഴുതുന്നതൊക്കെ, റൈറ്റ്? അതിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പരീക്ഷയൊക്കെ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വേണ്ടി ആയിരിക്കണം. ആ ഒരു ഡെഡിക്കേഷൻ ലെവലും സിൻസിയാരിറ്റിയും ഹാർഡ് വർക്കിംഗ് ഒക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി എൻ്റെ ലൈഫ് എനിക്ക് സെക്യൂർഡ് ആക്കണം, എൻ്റെ പരീക്ഷ എനിക്ക് ഈസി ആക്കണം, എൻ്റെ ആൻസർ ഷീറ്റിൽ എനിക്ക് നല്ല മാർക്ക് വേണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ച് പഠിക്കുക. കാരണം ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ എട്ടാമത്തെ മാർക്കിൻ്റെ ഒക്കെ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കുറച്ച് ബോക്സസ് അല്ലെങ്കിൽ ഡയഗ്രാം ഇതൊക്കെ ആയിരിക്കും വരയ്ക്കാനൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ അതൊക്കെ ആയിരിക്കും ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഒരു ടേബിളിൻ്റെ ആ ഒരു ഫോർമാറ്റൊക്കെയാണ് നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് വരച്ച് പഠിക്കുക അല്ലെങ്കിൽ എഴുതി പഠിക്കുക. അതിന് നിങ്ങളുടെ ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് കൂടിയേ തീരുള്ളൂ, ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഇംപ്രൂവ്മെൻറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സംഘടിപ്പിക്കുക. കഴിഞ്ഞ പ്രാവശ്യം, അതായത് നിങ്ങൾ തൊട്ട് മുമ്പ് എഴുതിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ ഒന്ന് കയ്യിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ ചോദ്യ പേപ്പറുകളിലെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു.